पति ब्रह्मचारी। सूरज സർ. എന്റെ കൃഷ്ണ, എന്റെ അടുത്ത് നീ ബ്രഹ്മചാരി എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്താ. നന്നായി ദാഹിക്കുന്നുണ്ടല്ലോ, എന്താ ഇപ്പൊ ചെയ്യാ? നല്ല സൗന്ദര്യമുള്ള ശില്പമാണല്ലോ. നിന്റെ ഇടപ്പില് എന്തിനാണോ സുന്ദരി ഈ കുടം വെച്ചിരിക്കുന്നത്? എന്റെ കൃഷ്ണ, ഈ പൊളിറ്റീഷ്യന്റെ മോനിപ്പോ എവിടെ നിന്നാണോ എന്തോ വന്നേ. പ്രതിമ അനങ്ങി. ഖുശ്ബു, നിനക്കെന്താ ഇവിടെ കാര്യം? നിന്നെ അവരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യാ. ചെല്ല. ഈ മെഡിസിൻ കഴിച്ച അനുരാഗ് സാറിൻ്റെ ബോധം പോയാൽ പിന്നെ ടെസ്റ്റിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും പ്രോബ്ലം ആർക്കാണെന്ന്. സർ 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 സാർ എന്താ ചെയ്യുന്നത്? ഈ പ്രതിമ അനങ്ങി. ഈ പ്രതിമ അനങ്ങിന്ന്. ഇല്ല സാർ, ആ പ്രതിമ അനങ്ങിയൊന്നുമില്ല. സാർ കുടിച്ചുകൊണ്ട് ചിലപ്പോൾ തോന്നിയതായിരിക്കും. ഇവിടെ 3-4 പെഗ് അടിച്ചാൽ ഞാൻ ഫിറ്റ് ആവില്ല. ഞാൻ പറഞ്ഞ സത്യമായി, ഈ പ്രതിമ അനങ്ങി. ഞാൻ പറയണമെന്ന് മനസ്സിലാക്ക്. എന്താ എന്ത് പറ്റി? അങ്ങനെ ഇയാളും സമ്മതിക്കുന്നില്ല. എന്ത് പറ്റി മോനെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഈ പ്രതിമ അനങ്ങുന്നത് ഞാൻ കണ്ടതാ. ആ കാര്യം താങ്കൾ ഉടൻ തന്നെ ചെയ്യിക്കണം. അതെ, ഓക്കെ. ഹലോ ചേട്ടാ, ചേട്ടനൊന്നും കുടിച്ചില്ലല്ലോ, കുടിക്കോ? വേണ്ട, എനിക്ക് വേണ്ട. അനുരാഗ് ചേട്ടാ, ചേട്ടൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്ക്. ഈ ജ്യൂസെങ്കിലും ഏട്ടാ, ഇതെനിക്ക് വേണ്ടാഞ്ഞിട്ടാ. അയ്യോ പ്ലീസ് ഏട്ടാ, അതിഥികൾ വന്ന സന്തോഷത്തിലെങ്കിലും ഇതൊന്ന് കുടിക്കും. ശരി. മിക്കവാറും ഡോക്ടർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അനുരാഗ് ചേട്ടാ, ജ്യൂസ് കുടിക്കുന്നേ. അനുരാഗേട്ടാ, ഏട്ടനും എന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, എനിക്കെന്റെ തല കറങ്ങുന്നത് പോലെ. അത് ഇന്നലെ മുതൽ പാർട്ടിക്കുള്ള തയ്യാറെടുപ്പിന്റെ തിരക്കിലായിരുന്നില്ലേ? മുകളിലത്തെ മുറി ചെന്ന് കുറച്ച് റെസ്റ്റ് എടുത്താൽ ഏട്ടന്റെ ക്ഷീണം എല്ലാം അങ്ങ് മാറും. ഇല്ല, കുഴപ്പമൊന്നുമില്ല. വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ ഞാൻ കൊണ്ടുപോവാം. വാ, എന്റെ കൂടെ വാ, വരൂ. ഈ പ്രതിമ അനങ്ങിയെന്ന് ഞാൻ പറഞ്ഞു.
ഏയ് ഒന്നുമില്ല, മോൻ എൻ്റെ കൂടെ വാ. വാ. അങ്കിളെ, മോനിക്ക് വന്നേ. ഞാൻ പറയുന്നത് ഇവർ ആർക്ക് വിശ്വാസം അങ്ങനെ ഒന്നും ഇല്ലെന്നേ. മോൻ ഇവിടെ ഇരിക്കുക. ഇരിക്കുക. ആ, ഇവിടെ ഇരിക്കുക. അങ്ങനെ. സൂരജ്, ഇവനൊന്ന് സൂക്ഷിച്ചോണേ. പാർട്ടിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ശരി, ഞാൻ നോക്കിക്കോളാം. എന്റെ ദില്ലിയിലേക്കുള്ള ടിക്കറ്റ് ഇവന്റെ അച്ഛന്റെ കയ്യിലാ. ഇവൻ കുടിച്ചിട്ടുണ്ട്, പക്ഷെ അത് മുഖേന എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ബാധിക്കാൻ പോകുന്നത് എന്നെയാ. ആ, വരൂ വരൂ, അകത്തേക്ക് കൊണ്ടുവരൂ. അനുരാഗ് സാറിനെ ഇവിടെ എത്തിക്കാൻ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. ഇനി വെറും 5 മിനിറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതെ, ഡോസ് കുറച്ച് മൈൽഡാണ്. ഇയാൾക്ക് എപ്പം വേണമെങ്കിലും ബോധം വരാം. ഡോക്ടർ പ്ലീസ്, ഇദ്ദേഹത്തിന്റെ ബ്ലഡ് സാമ്പിൾസ് ബോധം വരുന്നതിന് മുമ്പ് എടുക്കണം. ഗുലാബ് സിംഗ് സാർ, അല്ല സാറെന്തിനാ ഈ ത്രാസൊക്കെ ഉണ്ടാക്കിച്ചത്? മരുമകൾ ഗർഭിണിയാണ്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് മരുമകളുടെയും പിന്നെ മകന്റെയും ഭാരം ത്രാസിലാണെന്ന് അത്രയും ധാന്യം പാവപ്പെട്ടവർക്ക് പങ്കുവച്ചു കൊടുക്കും. അതിലൂടെ പാവപ്പെട്ടവരുടെ അനുഗ്രഹം ലഭിക്കും. കൂടാതെ ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് കണ്ണ് തട്ടുകയുമില്ല. ആരോ മോനും മരുമകളും എവിടെയാ? പപ്പയും സർപ്രൈസ് തരുന്ന കാര്യത്തിൽ മാസ്റ്ററാ. ഈ ത്രാസിന്റെ കാര്യമൊന്നും പപ്പയോട് ആരോടും പറഞ്ഞതുമില്ല. അനുരാഗേട്ട് മരുന്നിന്റെ ശക്തിയിൽ ബോധമില്ലാതെ കിടക്കായിരിക്കും. ആ അവസ്ഥയിൽ ഈ ത്രാസിൽ വന്ന് എങ്ങനെ ഇരിക്കാന്? അവര് രണ്ടുപേരും എവിടെയാന്നാ ചോദിച്ചത്? പപ്പ അനുരാഗേട്ടൻ ചിലപ്പോൾ പുറത്ത് ഗസ്റ്റിനോട് സംസാരിക്കുകയായിരിക്കും. പാർട്ടി എന്തായാലും ഇനി ഒരുപാട് നേരം ഉണ്ടല്ലോ. നമുക്ക് ഈ ചടങ്ങ് കുറച്ചുകൂടെ കഴിഞ്ഞ് നടത്താം. അല്ല മോനെ, അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ചടങ്ങെന്ന് പറഞ്ഞാൽ അത് ആഗ്രഹം അനുസരിച്ച് ചെയ്യുന്നതല്ല. ശുഭമുഹൂർത്തം നോക്കി വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എടാ സൂരജ്, പറയൂ സാർ. അനുരാഗും മരുമകളും എവിടെയാണെന്ന് പോയി നോക്കിയേ. ശരി. ഓ മൈ ഗോഡ്, സൂര്യചേട്ടൻ ഈ വഴിക്കാണല്ലോ വരുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? സൂര്യചേട്ടനെ ചേച്ചി തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. എനിക്ക് ചേട്ടന്റെ മുമ്പിൽ വരാൻ പറ്റില്ലല്ലോ. ഞാൻ പോയി അകത്ത് നോക്കിയിട്ട് വരാം. ഡോക്ടർ, ഇനി എത്ര സമയം വേണ്ടി വരും? ഒരു 2 മിനിറ്റ് കൂടി. അല്ല, കുഷ്പേട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നോ? അത് പിന്നെ ചേച്ചിയോടും അനുരാഗേട്ടനോടും സാറ് താഴേക്ക് ചെല്ലാൻ പറഞ്ഞു. ആക്ച്വലി ഞാൻ അനുരാഗേട്ടനെ കൊണ്ട് താഴേക്ക് വരാം. പക്ഷേ നിങ്ങളെ രണ്ടുപേരും കൂട്ടിക്കൊണ്ടേ അങ്ങോട്ട് ചെല്ലാവുന്ന എന്നോട് സാറ് പറഞ്ഞിരിക്കുന്നത്. അത് കുഴപ്പമില്ല, സൂരജ് താഴേക്ക് പോക്കോ. ഞാൻ അല്ല, അനുരാഗേട്ടൻ അവിടെ. അനുരാഗേട്ടാ, അനുരാഗേട്ടാ. സൂരജ്, അനുരാഗേട്ടാ, അനുരാഗേട്ടാ, എഴുന്നേക്ക്. ദേ സാറ് ചേട്ടൻ താഴേക്ക് വിളിക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോ ചേട്ടൻ നല്ല ഉറക്കത്തിലാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ സൂരജിനോട് പറഞ്ഞത് താഴേക്ക് പൊയ്ക്കോന്ന്. സൂരജ് പൊയ്ക്കോ, ഞാൻ ചേട്ടനെ കൊണ്ട് വന്നോളാം. പക്ഷേ നിങ്ങളെ രണ്ടുപേരെയും താഴേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് സാറ് പറഞ്ഞത്. അത് പിന്നെ ഇതാ കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാനാ? ഇദ്ദേഹം കുറച്ച് കൂടുതൽ കുടിച്ചു. ഇനിയിപ്പം ഈ അവസ്ഥയിൽ അച്ഛൻ്റെ അടുത്തോട്ട് എങ്ങനെ കൊണ്ടുപോകാനാ? അതാ ഞാൻ. അയ്യോ, അതോർത്ത് ചേച്ചി പേടിക്കണ്ട. ചേട്ടൻ ഞാനേ ഇപ്പൊ ഉണർത്തി തരാം. ഒരു മിനിറ്റ്. സൂരജ്, അതൊക്കെ അവിടെ കിടന്നോട്ടെ. അതൊക്കെ ഞാൻ പിന്നെ വൃത്തിയാക്കിക്കോളാം. ആദ്യം ചേട്ടനെ ബോധത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യം ചെയ്യാം.
പപ്പയ്ക്ക് കാത്തിരിക്കുന്നത് ഇഷ്ടമല്ലാത്ത കാര്യമല്ലേ? ആദ്യം ചെല്ല്. ആ അത് ശരിയാ. അനുരാഗേട്ടാ, അനുരാഗേട്ടാ എഴുന്നേക്ക്. ചേട്ടാ എഴുന്നേക്ക്. സാറ് ചേട്ടനെ താഴേക്ക് വിളിക്കുന്നുണ്ട്. ചേട്ടനെ സാറ് താഴെ വിളിക്കുന്നുണ്ടെന്ന്. അല്ല, ഞാനിപ്പോ എന്താ ഇവിടെ? ഇപ്പൊ ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? പപ്പ നമ്മളെ രണ്ടുപേരും താഴേക്ക് വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെന്നില്ലെങ്കിൽ പപ്പ മേളോട്ട് കയറി വരും. വാ, വേഗം പോവാം. എഴുന്നേക്ക്. ശരി. താങ്ക് ഗോഡ്. ചെക്കപ്പും ബ്ലഡ് ടെസ്റ്റും എല്ലാം കൃത്യസമയത്ത് തന്നെ നടന്നു. ഇതാ വന്നല്ലോ രണ്ടുപേരും. ആ വാ വാ. ചേച്ചി എപ്പോഴും ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ ഇതാ ആ സന്തോഷ നിമിഷം എത്തിക്കഴിഞ്ഞു. ഞാനൊരു അമ്മായിയാവാൻ പോവാ. അനുരാഗ്, നീയും മരുമകളും ത്രാസിന്റെ ഈ വശത്തിരിക്കുക. വാ വാ മോളെ. അയ്യോ ദൈവമേ, അത് എന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. ഇതെങ്ങനെ എന്നെ കടിക്കോ? ഞാൻ ഇവിടുന്ന് മാറിയേ പറ്റൂ. പക്ഷെ ഇങ്ങനെ എന്റെ കൃഷ്ണ, ആ തേള് സൂരജിനെ കുത്താൻ പോവാണല്ലോ. ആ അതെ, ആ അരിച്ചാക്ക് എടുത്ത് ഇവിടെ വെച്ചോളൂ. ആ തേള് സൂരജിന്റെ ദേഹത്തേക്ക് കയറുക. ഞാൻ എങ്ങനെ സൂരജിനെ രക്ഷിക്കും? ഇത്രയും ധാന്യങ്ങൾ പാവപ്പെട്ടവർക്ക് പങ്കുവെച്ചു കൊടുക്ക്. ആ തേള് കുത്തുന്നുള്ള കാര്യം സൂരജിനോട് ഞാൻ എങ്ങനെ പറയും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യും? ഈ പ്രതിമ അനങ്ങിയെന്ന് ഞാൻ പറഞ്ഞു. ആ ഇല്ല സാർ, അത് ഞാൻ പറഞ്ഞ സത്യമായി. പ്രതിമ അനങ്ങി. പ്രതിമയുടെ കയ്യിൽ വടിയോ? അപ്പൊ നേതാജിയുടെ മകൻ ഈ പ്രതിമ അനങ്ങിയെന്ന് പറഞ്ഞത് സത്യമാണോ? അപ്പൊ ഇത് പ്രതിമയല്ല, ഏതോ ഒരു പെണ്ണ് പ്രതിമയെ പോലെ അനങ്ങാതെ നിന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഐ ആം ഷുവർ ഈ ബ്രഹ്മചാരിക്ക് ഞാൻ പ്രതിമയല്ല പെണ്ണാണെന്നുള്ള കാര്യം മനസ്സിലായെന്ന് തോന്നുന്നേ. ഇയാൾ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു.
രക്ഷപ്പെട്ടു എൻ്റെ പവനപുത്ര, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ബ്രഹ്മചര്യവ്രതം മുറിഞ്ഞു പോയനെ. ഞാൻ ഈ പെണ്ണിനെ തൊട്ടില്ലല്ലോ. പക്ഷെ ഒരു കാര്യം അറിഞ്ഞേ പറ്റൂ, ശരിക്കും പ്രതിമയുടെ സ്ഥാനത്ത് ഈ പെണ്ണ് എങ്ങനെ എത്തിയതെന്നോ. ഇവളെ ഇന്നൊരു പാഠം പഠിപ്പിക്കണം. ബ്രഹ്മചാരി വലിയ ദേഷ്യത്തിലാ. എന്റെ കൃഷ്ണ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ഞാൻ ദേഷ്യത്തിൽ എന്തായി ചെയ്യാൻ പോയേ? ഞാനൊരു ബ്രഹ്മചാരിയല്ലേ. ഒരുപക്ഷെ ദേഷ്യത്തിൽ ഇവളെങ്ങനെ തൊട്ടുപോയിരുന്നെങ്കിലോ? എന്തായാലും ഇവൾ ആരാ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഈ റോസാപ്പൂ എന്തുദ്ദേശത്തിലെ ബംഗ്ലാവിൽ കയറിയെന്ന് അറിയണമല്ലോ. പക്ഷേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെങ്കിൽ എന്നെ തേളിൽ നിന്ന് രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. തേളിൽ നിന്ന് രക്ഷിച്ചതിന് നന്ദി. സത്യം മാത്രം പറയ്, നീ ഇങ്ങനെ പ്രതിമയുടെ വേഷത്തിൽ വന്ന് ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താണ്? അഥവാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഇയാൾ എന്റെ ശബ്ദം വെച്ച് എന്നെ തിരിച്ചറിയും. ഇപ്പൊ എന്താ ചെയ്യാ? മിണ്ടാതിരുന്നിട്ട് ഒരു പ്രയോജനമില്ല. നീ പ്രതിമയല്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. സത്യം പറയ്, നീ ഇവിടെ എന്തിനാണ് വന്നത്? ആ, കാശിനോ? ശരി ശരി, ഞാൻ ആരോട് പറയില്ല. വല്ലാത്തൊരവസ്ഥ തന്നെയാ പാവത്തിൻ്റെത്. എത്ര നേരം ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കുന്നു. പാവം ഒന്ന് ചലിച്ചിട്ട് പോലുമില്ല. കാലൊക്കെ വേദനിക്കുന്നുണ്ടാവില്ലേ? എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമോ? അതെ, നീ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ? ആ, ദൈവമേ. എന്നാ പിന്നെ ഒരു മിനിറ്റ്, ഞാൻ പോയി നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ട് വരാം. അനങ്ങരുത്, ഓക്കെ? ഈ ജ്യൂസ് കുടിച്ചോ നീ? ഇത് നല്ലതാ, അനങ്ങാതെ കുടിച്ചാൽ മതി. ഇതിൽ സ്ട്രോ ഇട്ടിട്ടുണ്ട്. പപ്പ എന്നെ ശിക്ഷിക്കാൻ വേണ്ടി ആർക്കാണോ എന്നെ വിവാഹം ചെയ്ത് കൊടുത്തത്? അയാൾ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല മനുഷ്യനായി മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ ഒരു കാര്യത്തിൽ പപ്പയോട് എനിക്ക് താങ്ക് യു പറയാൻ തോന്നുന്നുണ്ട്. താങ്ക്സ്. ഈ ഗുണ്ടയായ ബ്രഹ്മചാരിയെ എൻ്റെ പതിയാക്കിയതിന് നന്ദി. കുടിക്കങ്ങോട്ട്. മതി, ജ്യൂസ് തീർന്നു. പിടിച്ചു, ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ചു. എല്ലാരും വാ, എല്ലാരും വന്നേ, ഞാൻ തെളിയിക്കാം. ഇതൊരു പ്രതിമയല്ല, ഇതൊരു പെണ്ണാണ്. നോക്ക്. എന്തേ വിശ്വാസമാവുന്നില്ലേ? എന്താ മോനെ? ഗുലാബങ്കൾ, ഈ സൂരജ് ഉണ്ടല്ലോ, ഈ പ്രതിമയോട് സംസാരിക്കായിരുന്നു. ഞാൻ ഇപ്പൊ കണ്ടതാ. ഞാനാ പറയുന്നത്, ഇത് പ്രതിമയല്ല, ഇത് പെണ്ണാ. ഇവൻ ഈ പെണ്ണിനോടാ സംസാരിച്ച. എന്റെ മോനെ, ഈ സൂരജ് ഒരു ബ്രഹ്മചാരിയാ.
പെൺകുട്ടികളുടെ 7 അയലത്ത് പോലും ഇവൻ പോവില്ല. നിനക്ക് ഉറപ്പായിട്ട് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. അത് ശരി. അപ്പൊ അങ്കിളും ഇത് പ്രതിമയാണെന്നാണ് പറയുന്നത്. ഇത്രയും ഭംഗിയുള്ള പ്രതിമയോ? റിയലി? നോ വേ, ഞാൻ അംഗീകരിക്കില്ല. ഇത് പെണ്ണാണ്, അതിലൊരു സംശയം വേണ്ട. സാർ വന്നേ, നമുക്ക് ആ സോഫയിൽ പോയി എന്റെ കൈന്ന് വിടറാ. നീ എന്ത് കരുതി ഞാൻ ഫിറ്റ് ആണെന്നോ? ഇല്ല സാർ. ഓക്കെ ഫൈൻ, ഒരു കാര്യം ചെയ്യാം. ഈ ഗ്ലാസ് ഉണ്ടല്ലോ, പ്രതിമയുടെ കാലിലോട്ട് ഇടാം. കരയോ നോക്കാലോ. നോക്കാം. എന്തു പറയുന്നു? അയ്യോ വേണ്ട സാർ, സാർ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊരു പ്രതിമയല്ലേ? എങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്? ആരാ എന്നെ തടയാൻ? ഇത് പെണ്ണാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ തന്നെ പ്രൂവ് ചെയ്യും. ഇത് പെണ്ണാണ്. ഓ സൂരജെ വിട്ടേക്ക്. അവൻ എന്താണെന്ന് വെച്ചാ ചെയ്യട്ടെ. നിനക്ക് പ്രതിമയുടെ കാലിൽ ഗ്ലാസ് ഇടണം, അത്രയല്ലേ ഉള്ളൂ. ശരി, നീ എന്താണെന്ന് വെച്ച് ചെയ്യും. പോ. നിനക്ക് അങ്ങനെ സമാധാനം ആവുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. ചെന്ന് ഗ്ലാസ് അറിയേ ചെയ്യേ.